നല്ല എതിർക്കുക ബേക്കാവണ്ടേ ബേക്കായി അവിടെ ബേക്ക് ചെല്ല എല്ലാരും ഉള്ളാറ് എല്ലാവർക്കും വേഗം പോകണം പണിയെടുക്കാൻ റെഡിയില്ല പണിയെടുക്കാൻ ആരും റെഡിയില്ല എല്ലാവർക്കും വേഗം കടക്കണോ വേഗം പോകണോ കൈ നനയാതെ ഭക്ഷണം തിന്നണം അല്ലേ അല്ലേ അത് നടക്കാതെ കൈ കെസറാതെ ബായി മൊസർ കൈ കെസറായിട്ടില്ലേ നിന്റെ ബായി മൊസറാവല്ല മൊസറ് പോയിട്ട് ചുപ്പാവല്ല കുറച്ച് കഷ്ടപ്പെടണം ദുനിയാവിൽ അതിൻ്റെതായ പണി ഞങ്ങളെല്ലാം ചെയ്യണം എന്നിട്ടല്ലാണ് ദുആ ഇത് ഒരു പണിയും ചെയ്യാണ്ട് പഠിച്ചവനെ സ്വർഗം താഴ്ന്ന എന്റെ ആടെ ഓസ് കഴിച്ചില്ല എന്റെ നിന്നിപ്പോ കടത്താണ്ട് അല്ലാക്കുന്ന മുട്ടീന ഞമ്മ കുറച്ച് പണിയെടുക്കണം പള്ളിനുള്ളിൽ എപ്പോ നോക്കി ദുആന്റെ പഠിച്ചവനെ ഭയങ്കര ദുആ അതും ഭയങ്കര കണ്ണ് നിങ്ങൾ കണ്ടിട്ട് കാണുമ്പോൾ എന്റെ കളിക്ക് പറ്റിപ്പോയി എപ്പോ തറാവിസ്കരിച്ചിട്ട് റമദാനിൽ ഇങ്ങനെ എപ്പോ തറാവിസ്കരിച്ചിട്ട് ഇയാൾ തന്നെ തോന്നുന്നുണ്ടോ ഇയാളെ തോന്നുന്നില്ല എന്ത് രണ്ടിലും തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് വിഷ കഴിഞ്ഞിട്ട് ഞാനൊരു കേട്ട് ഇയാളെ കേട്ടിട്ടോ കോലും ഇയാളെ കണ്ണിന്ന് തണ്ണി വരുന്ന കോലും സ്റ്റൈലൊക്കെ കണ്ടിട്ടാകുമ്പോ നക്കെ വേലായി ഞാൻ പോയിട്ട് കേട്ടെ മങ്ങലായിട്ട് കുറെ വർഷമായ മരുന്നൊന്നും എടുത്തിട്ടില്ലേ ഡോക്ടർമാരൊന്നും കാട്ടിട്ടില്ലേ മംഗലായിട്ട് കുറെ വർഷമായ കിടക്കെ അവത്തെ ബേജാറിലെല്ലാം ദ്വാരമുണ്ടല്ലോ മംഗലാവാണ്ട് കുറെ മംഗലായിട്ട് കുറെ വർഷം അബ്ബാസ് അതില്ലേ അള്ളാഹു ആയുസ് ആരോഗ്യം നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരച്ച് ഞാനേ അല്ലേ കേട്ട് അല്ല ഞാനേ അല്ലേ കേട്ട് എന്തിത്ര ബേജാറ് മംഗലായിട്ട് കുറെ ആണ്ടായ കിടാവിനെ താള്ള ഒരു കിടാവിൻ്റെ താഴ്ന്നിട്ടുണ്ട് അപ്പൊ ഇയാളെന്ത് പിന്നെ അങ്ങനെ കിടാൻ ബ്ലൂടൂത്ത് സെൻഡ് ആക്കുന്നതാണ് ദുആ മാത്രം മതിയാവല്ല പ്രാർത്ഥന പിന്നെ പ്രവർത്തി പിന്നെ അത് എല്ലാത്തിനും തന്നെ ഇടിയാവും എനിക്ക് തിരിഞ്ഞില്ലേ പിന്നെ എന്റെ പറ്റി ഇല്ലേ എന്ന് നിർത്താനായി പിന്നെ ഇരുന്നിട്ട് ആ 1 മണിക്കൂറായി നോക്കിയാൽ എത്ര ഫാസ്റ്റ് ഞങ്ങൾ കബറിലേക്ക് എത്തിക്കൊണ്ടുള്ളൂ നോക്കി എത്ര സ്പീഡിൽ പോയിക്കൊണ്ടുള്ള നേരം വെളുക്കുന്ന മോന്തിയാണ് വെള്ളിയാഴ്ച പോകുന്ന അടുത്ത വെള്ളിയാഴ്ച വരുന്നത് ഇതാ മറ്റേന്ന് 2 മാസം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞ് സമൂസ തിന്നാനായി നോമ്പ് തുറക്കാനായി ഒരു കൊല്ലം എത്ര സ്പീഡിലാ പോയതാ ഞങ്ങൾ ആയുസിന്റെ നല്ലൊരു ഭാഗവും കഴിഞ്ഞുപോയി ഓരോ ദിവസവും സൂര്യൻ ഉദിച്ചിട്ട് ഞങ്ങളോട് പറയുകയാണ് അതെ നിങ്ങൾ ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുമ്പോ നിങ്ങൾ ഒന്നറിയണേ ഇത് പുതിയൊരു നാളാണ് ഇത് പുതിയൊരു സുബഹിയാണ് ഇത് പുതിയൊരു രാത്രിയാണ് ഇത് പുതിയൊരു ഡിസംബറാണ് അതുകൊണ്ട് നിങ്ങൾ ഈനെ നല്ലോണം മുതലായിക്കൊള്ളണോ ഈനെ ഉപയോഗപ്പെടുത്തിക്കൊള്ളണോ ഈനെ കഴിഞ്ഞ പോലെ അങ്ങനെ വിടാൻ കണ്ട കഴിഞ്ഞത് കഴിഞ്ഞോ കഴിഞ്ഞതത് കഴിഞ്ഞോ ഈനെ വിടണ്ട ഓരോ ദിവസവും സൂര്യൻ ഉദിച്ചിട്ട് ഞങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട് ഞമ്മത് കേട്ടില്ലെന്ന് മാത്രം ഞങ്ങൾ മൊബൈലിന്റെ റിംഗ് ടോണും അലറാമിന്റെ റിംഗ് ടോണും കേട്ടിട്ടല്ലാണ്ട് സൂര്യനും ചന്ദ്രനും ചെന്ന് ഞമ്മ കേട്ട എല്ലാ ദിവസവും ഞങ്ങളുടെ സൂര്യൻ വിഷയം പറയുന്നു സുബൈ 6:2 6:3 അതിലങ്ങനെ പൊന്തുമ്പോ ഞങ്ങളോട് സൂര്യൻ സംസാരിക്കുന്നുണ്ട്. അതിന് സൂര്യന്റെ സംസാരം കേൾക്കണമെങ്കിൽ നീ സുബൈക്ക് ഒല്ലിന്ന് പുറത്തൊക്കെ വരണ്ടേ? നീ ഒല്ല് വഹിച്ചിട്ട് ഉറങ്ങിയിട്ട് നിങ്ങൾക്ക് സൂര്യന്റെ സംസാരം കേൾക്കാനാണ്. നീ അന്താരാഷ്ട്രത്തിന്റെ ഭാഗത്തേക്ക് കൈയും കയറ്റിയിട്ട് അങ്ങനെ ഉറങ്ങിക്കൊണ്ടു അല്ലേ അല്ലേ? തങ്ങൾ പറഞ്ഞു ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോ ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോ ഓരോ സുബഹിയും നേരം വെളുക്കുമ്പോ ആ ദിവസം ഞങ്ങളോട് പറയുകയാണ് അനഖൽഖുൻ ജദീദ്, ഞാൻ പുതിയൊരു നാളാണ്, ഞാനൊരു പുതിയ നാള്, ഒരു വസ ദിവസ, കഴിഞ്ഞ നാള് പോലെയല്ല, പുതിയൊരു നാളാണ്.
എന്നെ ഉപയോഗപ്പെടുത്തിക്കോ, എന്റെ നീ ഉപയോഗാക്കിക്കോ. എന്തേ കാരണം കൊണ്ടുണ്ടാ നായിന്റെ അസ്തമിച്ചെങ്കിലും നാളെ വരല ഇണ്ട് കഴിഞ്ഞ് നാളത്തെ നാളത് വേറെയാണ്. അത് ഇന്നത്തെ നാളല്ല. ഇന്ന് പോയാ പിന്നെ പോയത് തന്നെ. 2024 തീരലോടുകൂടി പിന്നെ കഴിഞ്ഞുപോയി. ലോകാവസാനം വരെ 2024 വരല. ഒരിക്കലും ബിൽക്കുൽ ഞാൻ വരല. അതുകൊണ്ട് എന്നെ ഉപയോഗപ്പെടുത്തിക്കോ. നല്ലൊരു നാള്, ഈ ചാൻസ് നാളെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇല്ല, ഞങ്ങളെ നേരത്തെ തങ്ങളെ പ്രസംഗം കേട്ടില്ല. എപ്പോഴാണ് മാലാഖ ഞങ്ങളുടെ കൂടെ വരുന്ന പോണെന്ന് പറയാൻ പറ്റാല. മഹാനായ അസ്റായീൽ ആർക്കും മനസ്സിലായില്ല. പേടിയാണ്. പേടിച്ചിട്ട് എന്ത് ഗുണമില്ല. അവിടെ തന്നെ റൗണ്ട് അടിച്ചോണ്ടിരിക്കും ഒരു സമയം. ഞാൻ നിങ്ങളെ ഏറെ പേടിപ്പിക്കുന്നില്ല. വേണം കുറച്ച് പിരിസം കാട്ടിട്ട് ബ്രോ ആയിക്കോളി. അസ്റായീൽ കണ്ട പിരിസം കൂടി പിരിസം കാട്ടുമ്പോ അയാൾ വിടണമല്ലേ. അത് അള്ളാന്റെ കൽപ്പനയായിട്ട് വന്ന അതങ്ങനെ തീർത്തിട്ടേ പോണം. പക്ഷെ നമുക്കാർക്ക് മനസ്സിലാക്കേണ്ടത് വേറെ. ഏതായാലും അയാളുണ്ട്. സാധാരണ മനുഷ്യന്മാർ അങ്ങനെ ജിബ്രീലിന്റെ പേരൊക്കുമ്പോൾ ഭയങ്കര അരീക്ഷനാണ്, മീക്കായിലിന്റെ പേരൊക്കുമ്പോഴും ഭയങ്കര അരീക്ഷനാണ്, അസ്റായീലിന്റെ പേരൊക്കുമ്പോൾ ആരും കൊണ്ടും നെയ്യില്ല. ഇമ്പുതിന്റെ മങ്കണത്തെ ചുഞ്ഞ അല്ലേ. എന്ത് പേടിയാണ്. വിടന്നുണ്ടാവും ചിലപ്പോ. എന്താന്ന് പറയാണ്ടയാ, എന്ത് സംഭവിക്കുമെന്ന് പറയാണ്ടയാ. ഈ വട്ടാളത്തിന് ചിലപ്പോ റൗണ്ട് അടിച്ചോണ്ടുണ്ടാവാം. ചിലപ്പോ ഞങ്ങളെ ബണ്ടിന്റെ സൈഡിലുണ്ടാവാം. പോകുന്ന ബണ്ടിന്റെ ഉള്ളിൽ ചിലപ്പോ കാര്യത്തും വരാം. കാരണം എപ്പോഴും എന്തും നടക്കാലോ. കാണുന്നില്ലേ ലോകത്തിന്റെ അവസ്ഥ. ഇന്ന് ഒരു പ്ലെയിൻ അല്ലെ, ഇന്നലൊന്ന് പൊട്ടി. അത് പറയാം. ഒരു 190ഓളം ആൾക്കാർ ബന്ധു മരിച്ചു. താഴെക്കെട്ടീന് ലാൻഡ് സമയം ലാൻഡ് മീറ്റൻ താഴേക്ക് വന്നിട്ട് എല്ലാം പോയിക്കൊണ്ടുണ്ട് റൺവേലെ. അപ്പോഴാണ് പെട്ടെന്ന് അതിലേക്ക് ഇടിച്ചു പൊട്ടിത്തെറിച്ച് തീകോളമായി. ഒരു സെക്കൻഡിനുള്ളിൽ എന്തേ അവർ വിചാരിച്ച ഞങ്ങൾ പോകുന്നു. ഇന്നലെ കണ്ടില്ലേ ഒരു പൈതല് ഉപ്പാന്റെ കൂടെ ഉമ്മാന്റെ കൂടെ വേണ്ടപ്പെട്ടവരുടെ കൂടെ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന കുഞ്ഞു പൈതല് അപകടത്തിൽ പെട്ട് മരണപ്പെട്ടു. പപ്പയും മറ്റുള്ളവരും അത്യാസന്ന നിലയിലാണ്, ഹോസ്പിറ്റലിലാണ്. കിടാവാണെങ്കിൽ ഇന്ന് 6 അടി മണ്ണിലാണ്. പൈതലിനെ സ്വർഗത്തിന്റെ ലോകത്ത് ഉന്നതമായ സ്ഥാനത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. ആ കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ, അവർക്കുള്ള ശിഫ നൽകട്ടെ. അങ്ങനെയുള്ള അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞ സഹോദര പെങ്ങളെ, വന്ന സമയം മുതലാക്കിക്കോ. വിടണ്ട, കാറ്റസാക്കണ്ട, കളിതമാശയിലെ പോണ്ട. നമുക്കിപ്പോ അതാണ് കല്യാണോ. ഇഷ്ടംപോലെ എംപിയുണ്ട്, അംബാനിന്റെ എംപി ഇഷ്ടംപോലെ ഫ്രീ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എണീറ്റാബ് എന്ന മൊബൈലിലാണ്. അല്ലേ ഞങ്ങളെ കിടാവും മൊബൈൽ തന്നെ. പണ്ട് ഞങ്ങളെ ഉമ്മാവ് കിടാവ് ചോറ് വായിക്കിടുമ്പോ കിടാവ് ചോറ് തിന്നില്ലെങ്കിൽ, ചോറുണ്ടില്ലെങ്കിൽ കിടാവ് കാണിച്ചോണ്ടിരുന്ന മാങ്ങ. ആകാശത്തിലൊന്ന് ചന്ദ്ര, ഇങ്ങനത്തെ ചൊല്ലോ. ആകാശത്തിലുള്ള ചന്ദ്രനെ ഇങ്ങനത്തെ ചൊല്ലല്ലേ നാരായണ ചന്ദ്ര അമ്പിളി. ഞങ്ങൾ അമ്പിളി ചൊല്ല. അതിനുള്ള കാട്ടിട്ട് അത് നോക്കുമ്പോ മൊത്തം നോക്കുമല്ലോ തേങ്ങ, അതാ മാങ്ങ. അല്ലെ ചന്തത്തിൽ കഴിച്ചോണ്ടിട്ട് നല്ല ബുദ്ധിയില് നല്ല ആരോഗ്യത്തില് പൂ പോലെ കിടാവ് വലുതായിട്ടുണ്ട്. ഇതോ വലക്ക പോലത്തെ മൊബൈൽ കൊടുത്തിട്ട് ഒരു ഇരുത്ത. ഈ കിടാവ് അങ്ങനെ കിടാവ് ചിരിക്കണമെന്ന കുറവാണ്. എത്ര ഉഷാറില്ല കിടാവിന്റെ അന്നാട്ടിന് ചോറ് ജാറണമെങ്കിൽ മൊബൈൽ കൊടുക്കണോ? ഇനമേ നോക്കണോ? ഇനെ കിടാവിന് ദൂരമുണ്ട്. അപ്പൊ ഇങ്ങനെ വാട്സപ്പിന്റെ എല്ലാ മെസ്സേജ് നോക്കുന്നു തിന്നുമ്പോഴേ.
ഇൻസ്റ്റാഗ്രാമും റീൽസും പിന്നെ ഫേസ്ബുക്കും എല്ലാ മണ്ണാകട്ടയും പിന്നെ നോക്കുന്നതും ഈ തിന്നുമ്പോഴല്ലേ. മൊബൈലിൽ താഴെ വെച്ചിട്ടുള്ള ഒരു പരിപാടിക്കും ഇല്ല. കുടിക്കുന്ന നേരം തിന്നുന്ന നേരം എന്താക്കണ്ടേ കണക്കിന് അതിനെ നോക്കിയിട്ട് തിന്നണോ കുടിക്കണോ എന്നാണ് സുന്നത്തെ മുസ്തഫായ റസൂലുള്ളാഹ്. ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ്, ഓൺലി 1 ഗ്ലാസ്. ഇത് ഇരുന്നോ ഒരു ഗ്ലാസ് വെള്ളം, ചായയാട്ട് എന്തോ ആട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാനും നിങ്ങൾ കുടിക്കുന്നില്ലേ? ഞങ്ങൾക്ക് സംഗതി ഒരു ഗ്ലാസ് വെള്ളം ആണെങ്കിലും ആ ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങളെ പള്ളക്കുള്ളിലേക്ക് പോയിട്ട് തീരുന്നതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് നബി തങ്ങള് 6 സുന്നത്ത് പാലിക്കാനാണ്. 6 സുന്നത്ത്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ വെള്ളം കാണണമെന്നില്ല, അതിന്റെ സ്പ്രൈറ്റാ, പെപ്സിയാ, കൊക്കക്കോളയാ, ഫ്രൂട്ടിയാ, ഇളനീർ, കൊണ്ടോ, എങ്ങോട്ട് 6 സുന്നത്ത് എടുക്കാനാണ് ഞങ്ങൾക്ക് ഒരു മിനിറ്റിൽ. 6 സുന്നത്ത് നോക്കി. ഏത് സുന്നത്ത് ഇപ്പൊ ഞാൻ എടുത്തേ? ഒന്നെന്ത് കുടിക്കുമ്പോ വിഷ്ണു കൂട്ടണോ, 2 ഇരുന്നിട്ട് കുടിക്കണോ, 3 ബൽറ്റ കയ്യിൽ കുടിക്കണോ, 4 തുള്ളിയായിട്ട് മെല്ലെ മെല്ലെ കുടിക്കണോ, വറ്റടിക്ക് ആടുത്തൊലി കുടിച്ച പോലെ കുടിക്കണ്ട, കുതിര പിണ്ണാക്ക് കുടിച്ച പോലെ കുടിക്കണ്ട, മെല്ലെ മെല്ലെ തുള്ളിയായിട്ട് കുടിക്കണം. എത്രയായി? 5 കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് നോക്കണോ, മൊബൈലിലേക്കല്ല, ടേബിളിലേക്കല്ല, ടിവിക്കല്ല, ആ വെള്ളത്തിലേക്ക് നോക്കണോ. സുന്നത്താണ് 6. കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയണോ. എത്ര കൂലിയാണ്! വളരെ സിമ്പിളായ നിലക്ക് ഇതാർക്ക് ലഭിച്ചോ? ഇതാര് ഗൗരവത്തിലെടുത്തോ? ഇതാര് മുഖവിലക്കെടുത്തോ? ഇത് ഏത് മക്കളായി ചെന്ന് ഏത് മക്കൾക്ക് ആ ഉമ്മ വാപ്പ ചെല്ലി കൊടുത്ത മോണോ നേരെ ജയിച്ചിട്ട് വെയ്യുമ്പോ, ചോറ് ചാറ് നോക്കിയിട്ട് വെയ്യുമ്പോ, ബെൽറ്റ കയ്യിൽ തിന്നുമ്പോ എന്ന് ചൊല്ലണമെങ്കിൽ ഉമ്മാപ്പ മുന്നതാക്കണ്ട. ഏതുവാകട്ടെ അത് വലിയൊരു അമലാണ്, മറക്കണ്ട. ഞങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെയും നിങ്ങൾ പാലിച്ചിരിക്കണം. എപ്പോഴാണ് മരിക്കുക, എവിടെയാണ് ഞങ്ങളെ കണ്ടടിയുക എന്ന് പറയാൻ കഴിയില്ല. പരിമിതമായ ലോകമാണിത്, പരിമിതമായ ആയുസ്സാണ് നമുക്ക്, ചെറിയ കാലത്തെ ജീവിതമാണ് നമുക്ക്, കുറെ കാലത്തെ ആയുസ് നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആയുസ്സിന്റെ ഏറ്റവും നല്ലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഞങ്ങളെ ചോരത്തിളപ്പിന്റെ ഭാഗം, ഞങ്ങളെ യുവത്വ ഭാഗം, ഞങ്ങളെ യൗവനപ്രായ. പെണ്ണ് ബാല്യക്കാർക്ക് ബാല്യപ്രായം, ആ യൗവനപ്രായം അത് വലിയ വിലയുള്ള പ്രായമാണ്. ആ പ്രായത്തിലാണ് എല്ലാ തരികടിയും ചെയ്യല്, ആ പ്രായത്തിലാണ് എല്ലാ മോശത്തിലേക്ക് പോകല്, ആ പ്രായത്തിലാണ് ഞങ്ങൾക്ക് എന്തു ആവാ എന്ന് ചിന്തിക്കല്. എന്നാ കേട്ടോ, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഅ്തനിമ ഖംസൻ ഖബ്ല ഖംസീൻ. 5 കാലം വരുന്നതിന് മുന്നേ 5 കാലം നീ ശ്രദ്ധിച്ചോ. 5 ഇവിടെ പറയാൻ നേരമില്ല. 5 ആദ്യത്തേതായിട്ട് ഫസ്റ്റായിട്ട് നബിതങ്ങൾ ചൊല്ലുന്നുണ്ട്, ശബാബക ശബാബക ഖബ്ല ഹറമിക. അതെനിക്ക് വയസ്സാവുന്നുള്ളൂ, നിന്റെ യുവത്വ പ്രായം നീ ജാഗ്രതായിക്കോ, നിന്റെ യുവത്വകാലം നീ ഉപയോഗപ്പെടുത്തിക്കോ. പൊന്നുമോള് കേൾക്കണോ, ഇത് ആ പ്രായത്തിൽ നീ നീ പ്രണയായിട്ട് പോണ്ടവളല്ല, നീ ലവായിട്ട് ലിംഗായിട്ട് പോണ്ടിയവളല്ല, നീ തോന്നിയതുപോലെ ചിരിക്കേണ്ടവളല്ല, നീ മതം മറന്ന് ചിരിക്കേണ്ടവളല്ല, നീ അന്യവന്റെ മുമ്പിൽ നിന്റെ ചന്തം കാട്ടിയിട്ട് തൊലിവെളുപ്പ് കാട്ടിയിട്ട് നടക്കേണ്ടവളല്ല, ഉമ്മ ബാപ്പാക്ക് ബന്ധമില്ലാത്തത് ചെയ്യേണ്ടവളല്ല, കണ്ടവന്റെ കൂടെയെല്ലാം ഇരുന്നിട്ട് സെൽഫി എടുക്കേണ്ടവളല്ല, നീച്ചിടാൻ വേണ്ടിയിട്ട് നടു റോഡിൽ ഡാൻസ് തുള്ളേണ്ടവളല്ല. ആ പ്രായം വിലപ്പെട്ടതാണ് മുത്ത്, മറക്കണ്ട. പൊന്നുമോനെ, നാളെ ആ പ്രായത്തിനെ സംബന്ധിച്ച് നിന്നോട് ചോദ്യമുണ്ട്, നിന്നോട് നാളെ ചോദ്യമുണ്ട്. നിന്റെ ആ യുവത്വ പ്രായത്തിൽ നീ എന്താക്കിയ
സുലൈമാൻ ഇലവ അല്ല കേൾക്കുന്ന ആളാ. അബ്ബാസിനെ സുലൈമാൻ ഹനീഫിനെ നിസാമിനെ ലഭിച്ചിട്ട് അല്ല നിന്റെ യുവത്വ പ്രായത്തിൽ നീ എന്താക്കിയ ലാ തസൂല ഖദം ഇബ്നി ആദമ ഇല്ലാ യുസ്അലൻ ഖംസ് ക്ലിയറായിട്ട് മറുപടി പറയാതെ നിന്റെ വെച്ച കാല് നാളെ പരലോകത്ത് അല്ലാഹു അനക്കം വിടല. ഭയാനകമായ ലോകം, ചെമ്പിന്റെ തകിടിനാലുള്ള ഭൂമി, ഒരു ചാണമുകളിൽ സൂര്യൻ ഉദിക്കുന്ന ലോകം. എല്ലാവരും നല്ലവരായ നബിമാർ പോലും പേടിച്ചു വറച്ച് നട്ടം പായുന്ന പാഞ്ഞു പോകുന്ന നട്ടം തിരിയുന്ന ലോകം അല്ലേ? ആദം നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയും അങ്ങനെ വരുന്ന ഒന്നേ കാലത്തോളം വരുന്ന നബിമാർ പോലും കലങ്ങിയ കണ്ണുമായിട്ട് അല്ലാഹുവിനെ പേടിച്ചിട്ട് പറക്കം പായുന്ന ലോകമാണ് പരലോകം. പരലോകം ചെല്ലെങ്കിൽ എന്ത് നേരിച്ചു നീങ്ങ? ഈ മരിച്ചിട്ട് പോയ പിന്നല്ലേ എല്ലാം തുടങ്ങുന്നത്. ചില ആൾക്കാർ വിചാരിച്ച മരിച്ച പിന്നെ തീർന്നു, ചില ആൾക്കാരാണ് വിചാരിച്ചത് ഔത്തുള്ളിൽ പിണങ്ങുമ്പോ അബ്ബവും അല്ലെങ്കിൽ അമ്മയും മർമ്മോളോ അല്ലെങ്കിൽ അളിയനും കൂടിയനോ എന്തായി ടൈമായ ഇങ്ങനെ കണ്ടോട്ടെങ്കിലേ നായി കളിക്കിടുന്നത് ബദ്ധമാ. ഇത് ബായി ബന്ധത്തിൽ കേൾക്കോ ശങ്കര വീട്ടല്ല പാട്ടല്ലേ? ഇത് ഏറ്റവും വലിയ ദിക്റാണ്. മറ്റേന്ന് നടക്കുന്ന ദിക്റ പോലെ ഒത്ത ദിക്റാണ് ഈ ഇരുത്തം, ഈ കേൾക്കല്, ഈ പറയല്. ഇത് ദിക്റാണ്, ഇത് ദുആയാണ്, ഇത് അമലാണ്, ഇത് ഇബാദത്താണ്. കാരുണ്യവാനായ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുത്തട്ടെ. മരിച്ചുപോയ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടപ്പെട്ടവർക്കും ഇതിന്റെ കൂലി അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ചില ആൾമാർ ഔത്തുകൊള്ളുക, ചില ആൾമാർ വിചാരിച്ചത് തോന്നുന്നുണ്ടാ മരിച്ചങ്ങ് മരിച്ചങ്ങ് തീരുന്നല്ല, മരിച്ചങ്ങ് തുടങ്ങുന്ന ഏന്ന് തുടങ്ങിയിട്ട് ശബ്ദോളം ഞങ്ങൾക്ക് അറിയാനിട്ട് മരിച്ചങ്ങ് തുടങ്ങുകയാണ്. ഇതല്ല ലോകം, ഇതല്ല ജീവിതം, ഇതല്ല ജിന്ദഗി, ഇനി വരാനുള്ളതാണ് ലോകം. ചില മനുഷ്യന്മാർ പരണ്ടുള്ളിൽ എന്തെങ്കിലും ജനമാകാം. പരണ്ടുള്ളിൽ ഇപ്പൊ എല്ലാവരും പണക്കുന്നില്ലമ്മ. ചെറിയ സിമ്പിൾ ഇയാളെ മൊത്തോ ആങ്ങളെ പെങ്ങ ഉമ്മ ബാപ്പ മാപ്പിള പെഞ്ഞായി അളിയ കുളിയ എല്ലാവരും അവസരമുണ്ടാവും, രണ്ട് അവസരമുണ്ടാവും. മൂലാറയന്റെ ആ ചെറിയ കുസുണ്ടല്ലേ അത് എല്ലാവരും ഒത്തുവെക്കും. അത് നികിതങ്ങളെ വെള്ളവും ഉണ്ടായി, റിഫായ് ശേഖ് തങ്ങളെ വെള്ളവും ഉണ്ടായി. റിഫായ് ശേഖ് തങ്ങളാരി എത്ര വലിയ ആള് സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ റിഫായ് ശേഖ് തങ്ങളടുത്തേക്ക് ഒരു ചങ്ങി മന്ത്രിപ്പിക്കുന്നു. 100 കൊണ്ടുപോയാല 100 കുറച്ച് കടലാസ്. എന്ത് പ്രശ്നം, എന്ത് വിഷയം എന്ത്? കറക്കുന്ന പശുവിന് പാലില്ലാത്തിന് മന്ത്രിക്കാൻ പോയില്ല, അല്ലെങ്കിൽ മാട്ടമന്ത്രാക്കി നീട്ടി സിഹർവാത്തിലാക്കാൻ പോയതല്ല. ഇയാൾ പോയില്ല, ഇയാൾ പോയിന്ന് പറഞ്ഞാ അയാളെ ഭാര്യന്റെ നാവ് 12 ഇഞ്ച് നീളം യാറ. ഇയാള് വന്നിട്ട് കേറി എന്ന് തുടങ്ങി. ഇയാളിങ്ങനെ കേട്ട് ഇയാൾക്ക് എത്തിപ്പോയി. മനുഷ്യന് പെരുതി. ഇയാളെന്തൊക്കെയാ റിഫായ് ശേഖ് തങ്ങളെ കണ്ടിട്ട് എന്തും ഒരു വ്യവസ്ഥ ആക്കണേന്ന്. അയാളൊന്നും തകിട എന്തൊക്കെ തരുന്നെങ്കിൽ അവളെ ബായി കുറച്ച് ബന്ധാവ എന്ന് പറഞ്ഞിട്ട് പോയി മന്ത്രിപ്പിച്ചിറാണ്. ഇയാൾ സുബൈ കഴിച്ചിട്ട് പോയി. പോയിട്ട് റിഫായ് ശേഖ് തങ്ങളെ പരന്റെ ഗേറ്റിനോട് കെട്ടുമ്പോൾ പരനുള്ളത് ചട്ടിക്കും പാത്രങ്ങൾ പുറത്തൊക്കെ വരുന്നതാണ്. നോക്കുമ്പോ സംഗതി എന്താ, റിഫായ് ശേഖ് തങ്ങളോട് ഭയങ്കര ചൂടാണ്. ആരാണ് റിഫായ് ശേഖ് തങ്ങൾ? ചെറിയ ആളാണ്. ലോകത്തുള്ള കോടാനക്കോടി ഔലിയാക്കന്മാരിൽ 2ാം സ്ഥാനം വരഞ്ഞിരിക്കുന്ന മഹാനല്ലേ. ആ മഹാന്റെ പരന്റെ ഉള്ളിലുള്ള അവസ്ഥ ഇത് പെഞ്ഞായി സൗന്ദര്യപ്പെടക്കണം.
ഈ മന്ദിരം പോയാൽ എന്തൊക്കെയാണ് ഞാൻ ഏതായാലും വേണ്ട. കാരണം എന്തെറിഞ്ഞു ചട്ടി അറിഞ്ഞില്ല എന്റെ മതി. അതെന്നെ റാഹത്ത്. കേട്ടോണ്ടേ ഇരിക്കാൻ നല്ല ബന്ധം. കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇതേ മനുഷ്യൻ സ്വപ്നം കണ്ടു. ഹരി 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 പിന്നെ ചെല്ലി എന്നെ കൊണ്ട് ചെല്ലി. ഞാൻ എന്നെ ചെല്ലി നിങ്ങളുടെ വഴി പോകുമ്പോ 15,000 തരുന്നില്ല, 10,000 പോയാ 15,000 തരുന്നെങ്കിൽ ഞാൻ ആളെ ക്ലിപ്പ് അതും വർക്ക് എല്ലാം ക്ലിപ്പല്ലേ അതും വർക്ക്. ഇപ്പൊ കാര്യം ഈ പോയ ആള് കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു കിനാവ് കണ്ടു. എന്ത് കിനാവ് കണ്ട? സ്വർഗലോകത്ത് ഉന്നതമായ സ്ഥാനത്ത് പ്രവാചകന്മാരുടെ ഗ്രേഡില് പ്രവാചകന്മാരുടെ സീറ്റിന്റെ അടുത്ത് വിഭാഷകങ്ങൾ ഇരിക്കുന്നു. VIP കാറ്റഗറിയില് വലിയവരെടുക്കുന്ന ജാഗല നബിമാരുടെ ലൈനില് ആ ഗാലറിയില് വിഭാഷകങ്ങളെ ഇരിക്കുന്നത് കിനാവ് കണ്ട ഈ മനുഷ്യ ഈ ഭാര്യന്റെ സ്വഭാവ ദൂഷ്യം പറയാൻ പോയ ആള് ഭയ്യ പറയണ്ട ചെല്ലിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഭയ്യൊക്കെ വന്ന ആള് ഇങ്ങനെ കിനാവ് കണ്ടിട്ടാകുമ്പോ അതാ രാവിലെ ഉറക്കമുണർന്നു ശേഖരങ്ങളെ ഹദറത്തിൽ ചെല്ലുന്നു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, തങ്ങള് ഞാൻ ഇന്നലെ നിങ്ങളൊരു കിനാവില് കണ്ടു. എങ്ങനെ കണ്ട? എന്ത് കണ്ട? ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, തങ്ങള് നിഫാശേഖരങ്ങള് സ്വർഗലോകത്ത് VIP കാറ്റഗറിയിലെ ആ ഗാലറിയിലെ മഹാന്മാരുടെ സ്ഥാനത്ത് പ്രവാചകന്മാരുടെ ആ ഗാലറിയിലെ ലൈനില് നിങ്ങൾ ഇരിക്കുന്നത് കണ്ട് തങ്ങള് എല്ലാ സ്ഥാനത്ത് നിങ്ങൾ ഉള്ളാറ് നിങ്ങൾ ഊടെ കണ്ട പോലല്ല. നിങ്ങൾ ഊടെ കണ്ട പോലല്ല. നിങ്ങൾ അവിടെ നിങ്ങൾ ഓടുകോ എത്തിറാറ് വലിയ സ്ഥാനത്തേക്ക് എത്തിറാറ് ടോപ്പ് ഗാലറിയില് എന്നവിടെ വെച്ചോ കണ്ട സ്വപ്നം പറഞ്ഞപ്പോ ശേഖരങ്ങൾ പറഞ്ഞ മറുപടി എന്തറിയോ? അതേ മോനെ ആ വലിയ സ്ഥാനത്തേക്ക് അള്ളാഹുവിനെ കയറ്റിയത് എന്തറിയോ? കാരണം ആ വലിയ സ്ഥാനം എനിക്ക് അള്ളാഹു നൽകാനുള്ള കാരണം എന്തറിയോ? ആ ഉന്നതമായ പദവിയിലേക്ക് അള്ളാഹുവിനെ എത്തിക്കാനുള്ള കാര്യം എന്തറിയോ? എന്റെ നിസ്കാരമല്ല, എന്റെ നോമ്പല്ല, മറിച്ച് എന്റെ ഭാര്യയുടെ ചില സമയത്തുള്ള അവളാ ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും കാണുമ്പോ ക്ഷമിച്ചതിന്റെ പേരിലാണ്. അതെ, ക്ഷമിച്ചതിന്റെ കാരണമായി അല്ലാഹു എനിക്ക് തന്ന കൂലിയാണത്. ഇത് പറഞ്ഞിട്ടാകുമ്പോ പോയ ആൾക്ക് മനസ്സിലായി, ഞാൻ തകിട് വന്നിരിക്കേണ്ടതല്ല, കുറച്ച് സബർ എടുക്കണോ. വലിയ വലിയ സീറ്റിലൊക്കെ എത്തണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കണം ദുനിയാവില്. ഞാൻ ഫസ്റ്റ് ചെല്ലിയല്ലേ കൈകസറായെങ്കിൽ എന്നെ ബായി മൊസറാണ് വണ്ണക്കെന്തും കിട്ടാൻ ഇരിക്കട്ടെ. ആ ലോകത്താണ് നമ്മൾ സലാമത്താണ്ടിയെ. ആ ലോകത്താണ് എല്ലാം തുടങ്ങുന്നത്. ഈടുന്ന് പോയി എന്ന് പറഞ്ഞിട്ടാകുമ്പോ മരിച്ചെന്ന് പറഞ്ഞിട്ടാകുമ്പോ തീരുന്നതല്ല, സത്യത്തിൽ തുടങ്ങുന്നതാണ്. ഒരു ജീവിതത്തിന്റെ തുടക്കമാണ് മരണം. അല്ലേ അല്ലേ? ചില മനുഷ്യന്മാർ മെച്ചം ഒരിക്കൽ മരിച്ചിട്ട് പോയി പണ്ടുള്ളിൽ പണം കൊത്തുകോ ഒരിക്കൽ മരിച്ചു നല്ല ഒരിക്കൽ മരിച്ചിട്ട് പോയി നല്ല വാടക പോട്ടെ. നീ മൈസൂറുകളിലെ മഷറൊക്കെ അതറിയോ? നോ മൈസൂർ മഷറ, അത് ഡേഞ്ചർ പ്ലേസ്. അത് ഖബറ, മണ്ണറയാകാണ് ഖബറ. ഇന്നലെ കണ്ടില്ലേ ഹത്തീബായ പണ്ഡിതനായ പാട്ടുകാരനായ മഹാനായ ഒരു ഫൈസി ഉസ്താദ്, ചെറുപ്പക്കാരനായ പെണ്ണ് മംഗലാവാന് പെണ്ണ് കിസ്സായിട്ടുള്ള മറ്റേത് നടക്കുന്ന വലിയ സമ്മേളനത്തിൽ പഠിച്ചതിന് കോട്ട് കിട്ടിയിട്ട് സനത് കിട്ടിയിട്ട് പുറത്തു പോകുന്ന പണ്ഡിതനായ ഉസ്താദ് ഇന്നലെ രാവിലെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് മരണത്തിന് സ്ഥലകാല ബോധമില്ല, മരണത്തിന് പരിസര ബോധമില്ല, മരണത്തിന് പ്രത്യേകമായ സമയമോ മാനദണ്ഡമോ ഇല്ല. അതുകൊണ്ട് നല്ലോണം ജാഗ്രതയിൽ ജീവിച്ചോ. നിന്റെ യുവത്വകാലം, നിന്റെ ചോരകളപ്പിന്റെ കാലം അതിയപ്പോ നോക്കിയെങ്കിലും ക്യാരം ബോർഡിൽ നിന്നിട്ട് ചൊട്ടാണ് കണ്ട, പങ്ക് ഭരിക്കുന്ന ആളാവണ്ട, ഗാഞ്ചവസനിയാവണ്ട. പൊന്നുമോന്
കള്ളുകുടിയനാണെങ്കിൽ, കഞ്ചാവ് വലിക്കുന്നവനാണെങ്കിൽ, ഡ്രഗ്സ് അടിക്കുന്നവനാണെങ്കിൽ കേട്ടോ, ലാ യഖ്ബലുല്ലാഹു തൗബതഹു 40 ദിവസത്തോളം നിന്റെ ദുആക്ക് ഉത്തരമില്ല, നിന്റെ നിസ്കാരം കബൂലല്ല. കള്ളുകുടിയന്റെ ഇന്നത്തെ ജനറേഷൻ, ഇന്നത്തെ ന്യൂ ജനറേഷൻ, ഇന്ത്യനെ തലമാറോ, ഇന്നത്തെ ബാല്യക്കാർ അധികവും ഗാഞ്ചക്കടിമകളാണ്, കള്ളകഞ്ചാവിനടിമകളാണ്. ഒന്നാമതയിലൊരു കിക്കുണ്ടാലോ, രണ്ടാമത് പൈസ മാലോ, പൊന്നുമോനോ ആ പൈസക്ക് ബാളിക്കയില്ല, ആ പൈസക്ക് ഗ്യാരണ്ടിയില്ല. അത് കുടിച്ചതിന്റെ അനന്തര ഫലമെന്ത് എന്നറിയണമെങ്കിൽ ഒന്ന് വെള്ളോക്ക് ഹോസ്പിറ്റലില് പോ, ഒന്ന് കത്തോർബ ഹോസ്പിറ്റലില് പോ. ദുനിയാവിലും മാരകമായ രോഗമാണ്, നാളെ ആഖിറത്തിലും അങ്ങനെ. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാബു റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ളും കഞ്ചാവും ലോട്ടറിയും സിംഗിൾ നമ്പറും എല്ലാം അത് ശൈത്താന്റെ ഏർപ്പാടാണ്. അതിലേക്ക് അടുത്തു പോവണ്ട. അത് കുടിച്ചിട്ടും തിന്നിട്ടുമുള്ള സുഖം വേണ്ട, അത് വിറ്റിട്ടും കച്ചവടം ചെയ്തിട്ടും കിട്ടിയ പൈസ വേണ്ട. ഖാലല്ലാഹു അസ്സ വജൽ. ഹറാമല്ലേ? ആ പ്രായത്തിൽ നമുക്ക് പലതും തോന്നും. നോക്കൂ, നിങ്ങൾ ഇപ്പൊ നാട്ടിലെ പള്ളിയിലെ ബാല്യക്കാർ, ചില ബാല്യക്കാരുള്ള അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ഈ നാട് അങ്ങനെയല്ല. നമ്മൾ ആത്തൂർ നാട്ടിലെ ബാല്യക്കാർ മാഷാ അല്ലാഹ് ആത്തൂർ ദിക്ർ ഹൽക്കാൻ ചെല്ലുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഉണർവാണ്. ഞാൻ നിങ്ങളെ പോന്നല്ല, ഞങ്ങളുടെ വിചാരിക്കട്ടെ ഇത് വരുന്നാണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പയ്യ പോകുമ്പോ ഒരു 1000 രൂപ ഏറെ കിട്ടാൻ വേണ്ടിയിട്ട് അത് പോകുന്നു. അതിന്റെ ആവശ്യമില്ല. ഞാൻ എത്ര ബോധ്യവും നിങ്ങൾ കണക്കാക്കിയതേ തരുന്ന ഉറപ്പുണ്ട്. അത് എത്രയും മോശമില്ല. തന്നലല്ല ബർക്കത്താക്കിയും മതി. അതല്ലാഹു മരുന്നിനും മന്ത്രത്തിനും ചെലവാക്കാനുള്ള ഗതികേട് അല്ലാഹു ഞങ്ങൾക്ക് വരുത്താതിരിക്കട്ടെ. ആമീൻ ചൊല്ലും. ഞങ്ങളെ ശമ്പളം, ഞങ്ങളെ പൈസ, ഞങ്ങളെ കൂലി, ഞങ്ങളെ വീർപ്പിന്റെ തുള്ളിയായിട്ട് കിട്ടിയത് അത് മരുന്നിന് ചെലവാക്കപ്പെടേണ്ട ഗതികേട്, അത് കട്ടുകൊണ്ടുപോകുന്ന ഗതികേട്, അത് അനർഹരുടെ കയ്യിൽ പെട്ടുപോകുന്ന ഗതികേട്, അത് ആശുപത്രിയിൽ ബില്ലടിക്കേണ്ടി വരുന്ന ഗതികേട് അല്ലാഹു വരുത്താതിരിക്കട്ടെ. അത് പള്ളിക്കും മദ്രസകൾക്കും നല്ലവർക്കും പാവപ്പെട്ടവർക്കും സമുദായത്തിനും രോഗികൾക്കും കൊടുക്കാനുള്ള ബർക്കത്തുള്ള മുതലാക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ആത്തൂറിന്റെ മണ്ണ് എല്ലാം കൊണ്ടും അതൊരു നല്ല മണ്ണ്. ആത്തൂറിൽ അത്തർന്ന് വന്നതാണ്. നമ്മ ആർക്കറിഞ്ഞാലും അത്തറും ചെല്ലെങ്കിലും നല്ല മണമുള്ള നാട്. അതിനായിട്ട് ഒരു സമയം അതിന്റെ ഉദ്ഭവം, അതിന്റെ മാത്ത മസ്ദർ അറിയാലോ. നാളെ ചെല്ലാൻ അത് ഇസ്മാഫിയില അല്ല വൈറുസൈബാന്നല്ലോ. ഞാനൊരു മാത്രം ഏതോട്ടെല്ലാം നല്ല നാട് മാഷാ അല്ലാഹ്. പള്ളി മദ്രസ ഫാദിലുണ്ട്. അതായത് 5ാം ക്ലാസ് 7ാം ക്ലാസ് 10ാം ക്ലാസ് എല്ലാം മദ്രസവും ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷവും ഞങ്ങളുടെ നാട്ടിലെ പെണ്ണുകളാക്കി പഠിക്കാൻ, മതപരമായ ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ, ഖുർആനും തഫ്സീറും ഹദീസും ശർത്തും ഫർളും പഠിക്കാൻ, അല്ലാഹുവിനെയും റസൂലിനെയും ദീനിനെയും പഠിക്കാൻ പിന്നെയും ഞങ്ങളുടെ നാട്ടുകാർ ദീനിയായ പഠിപ്പിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഫാദില ഫളീല, അതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽനോട്ടത്തിൽ. ഏതോ പീക്കിരി പോക്കിയ ആൾക്കാരുടെ കയ്യിലല്ല, അല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലാണ് ആ ക്ലാസും കോഴ്സും എല്ലാം നടക്കുന്നത്. മാഷാ അല്ലാഹ്, നല്ലോണം നാട്ടിന്റെ പെണ്ണുകിടാക്കളുണ്ട്, ചുറ്റുഭാഗത്ത് പെണ്ണുകിടാക്കളുണ്ട്. അത് മാത്രമല്ല അൽബിർ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് മാഷാ അല്ലാഹ്, അൽബിർ LKG മുതൽ ABCD എഴുതിയിട്ടും ചോക്കെടുത്തിട്ടും സ്കെച്ചാക്കിയിട്ടും കളർ കൊടുത്തിട്ടും പഠിപ്പിക്കുമ്പോ അപ്പോൾ തന്നെ അതേ ടൈമിൽ അന്ന് 2 മണിക്കത്തെ ക്ലാസ് അലിഫ് അക്ഷരം അങ്ങനെ കളർ കൊടുത്തിട്ട് സ്കെച്ച് കൊടുത്തിട്ട് എന്താ ആ LKG മുതൽ 10ാം ക്ലാസ് വരെ അത് സമസ്തന്റെ നടത്തുന്നതാണ് ആ വിദ്യാഭ്യാസ സംരംഭം അൽബിർ. നാടിന്റെ പല ഭാഗങ്ങളിലുണ്ട്. വളരെയധികം ശാസ്ത്രീയമായി നല്ല സ്ട്രിക്റ്റോടുകൂടി നല്ലൊരു ഭദ്രതയോടുകൂടി ഇൻഷാ അല്ലാഹ് ഭാവിയിൽ വലിയൊരു റിസൾട്ട് വരുന്ന നിലക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ഇലാഹി പ്രസ്ഥാനം ദീർഘവീക്ഷണത്തോടെ ഈ നാടിന്, ഈ രാജ്യത്തിന്, ഈ ഉമ്മത്തിനെ
പക്ഷേ ഈ സമസ്തം ജില്ലയിൽ എന്തെന്ന് ചോദിച്ചിരിക്ക ചില മനുഷ്യന്മാർക്ക് പാർട്ടിയല്ലേ, പാർട്ടി വലക്ക എന്ത് പാർട്ടിയാണ് സമസ്തം ജില്ല ദീന്. അത് മുഅ്മിനായ മനുഷ്യന്റെ ഈമാനെ കാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഉണ്ടാക്കിയ കോട്ടയാണ് സമസ്ത. നേത്രാവതി പാലത്തിന് വെയിറ്റടിക്കണ, കുട്ടി അടിക്കണ, അല്ല പില്ലർ വേണ, അല്ല പറങ്കിപ്പേട്ട നംതൂർ റോഡ് ഉഷാറാക്കണം തീരുമാനിക്കാനല്ല സമസ്ത ഉണ്ടാക്കിയത്. സമസ്ത ഉണ്ടാക്കിയത് മുഅ്മിനായ മനുഷ്യന് എങ്ങനെ ജീവിക്കണമെന്ന് കാക്കാൻ, അവന്റെ ഈമാനെ കാക്കാൻ, അവന് ദീൻ നിലപാടും പറഞ്ഞു കൊടുക്കും. നോക്കൂ, ഞങ്ങൾ ഈ ഇരുത്തത്തിന്റെ ഈ സ്റ്റൈൽ പഠിച്ചു നേടുന്നു, ഈ ഔറത്തിന്റെ ഷർട്ടും പറന്നും പഠിച്ചു നേടുന്ന, തലമറച്ചങ്ങളുടെ കൂലിനെ പറ്റി പഠിച്ചത് എവിടെന്ന്, ഫാത്തിഹയും അൽബഖറയും ആയത്തുൽ കുർസിയും പഠിച്ചത് എവിടെന്ന്, ഉളുഹിയ്യത്തും ഹഖീഖത്തും പഠിച്ചത് എവിടെന്ന്, ഉറൂസും വഅദുമെല്ലാം പഠിച്ചത് എവിടെന്ന്, ദാനധർമ്മത്തിന്റെ മഹത്വം പഠിച്ചത് എവിടെന്ന്, മഹത്തായ പരിശുദ്ധമായ സമസ്തയിലൂടെയല്ല. സമസ്ത എന്നത് മുഅ്മിനിന്റെ ഈമാനിന്റെ കോട്ടയാണ്. സമസ്ത എന്നത് ഇസ്ലാമിന്റെ ശരിയായ രൂപമാണ്. അത് മഹാന്മാരായ ഔലിയാക്കള് സദാത്വീകള് തുടങ്ങിയതാണ്. അതിന്റെ ആൾക്കാരെ നോക്കണ്ട, ഞങ്ങളെ പോലത്തെ കണ്ടിപിണ്ടി ആൾമാരെ നോക്കണ്ട. അത് ഈശാ അല്ലാഹ് ഇനി എത്തുന്നത് മഹദി ഇമാമിലേക്കാണ്. ആര് കൊഞ്ഞണം കുത്തിയിട്ടും കാര്യമില്ല. അതിന്റെ ഇന്നത്തെ വർത്തമാന കാല നേതൃത്വം മഹാനരായ സയ്യദ, മഹാനരായ പണ്ഡിതര്, മഹാനരായ തങ്ങള്, മഹാനരായ സൂഫി, മഹാനരായ ശംസുൽ ഉലമയുടെ പ്രഗൽഭരായ ശിഷ്യൻ സയ്യിദുൽ ഉലമാ ജുഹരി തങ്ങള്. ഞങ്ങളുടെ നാട്ടിലുള്ള അതേ തങ്ങളുടെ ജില്ലയാണവരാ. എല്ലാവരും പുറന്തങ്ങളിലേക്ക് എത്തുന്ന മഹാന്മാരാണ്. സയ്യിദുൽ ഉലമാ. അല്ലാഹു ആ നേതൃത്വത്തിന് കരുത്ത് നൽകട്ടെ, അല്ലാഹു ആ നേതൃത്വത്തിന് കരുത്ത് നൽകട്ടെ. ആ തണലും ആ നേതൃത്വം ഈ ഉമ്മത്തിന് ഒരുപാട് കാലം നൽകട്ടെ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയ മുഹിബ്ബീങ്ങളും അതിന്റെ ഖാദിമീങ്ങളുമാണ്. അത് പാർട്ടിയല്ല. പാർട്ടി നിങ്ങൾ ഏതായാലും മോശമില്ല. നിങ്ങൾ വോട്ട് ബിജെപി കിട്ടുമോ കോൺഗ്രസിന് കിട്ടുമോ ഞാൻ അതിന്റെ അളവല്ല. സമസ്ത എന്നത് ദീനാണ്. അതിന്റെ ആൾമാര്, അതിന്റെ നേതാക്കൾ, അതിന്റെ മഹാന്മാര്, അതിന്റെ തങ്ങന്മാരെ അവരൊന്നും ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനൊന്നും കണ്ട നല്ലോണം ജാഗ്രത. കാരണം ഉണ്ടാക്കിയ തന്നെ മുഅ്മിനായ മനുഷ്യർക്ക് ഈമാനെ കാക്കാനാണ്. ഇവിടെ വിദേശത്തിന്റെ കക്ഷികൾ വന്നപ്പോ, ഖാദിയാനികൾ വന്നപ്പോ, ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പറഞ്ഞില്ല എന്തെന്ന്, ഞാനും നബി തന്നെ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പഞ്ചാബിലെ ലൂധിയാനക്കിടത്ത ഖാദിയാനിൽ വെച്ചിട്ട് മിർസാ ഗുലാം മുഹമ്മദ് അഹമ്മദ് ഖാദിയാനി പറഞ്ഞു ഞാനും നബി ഹേ. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് നീ നബിയല്ല, നീ കള്ളനാണ്, നീ ഇസ്ലാമിന്റെ ബോർഡറിൽ നിന്ന് പുറത്താണ് എന്ന് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ചത്, അവരെ കുറിച്ച് കാഫറാണ് എന്ന് പറഞ്ഞത്, നബി വാദിച്ചിട്ട് വന്ന് നിങ്ങൾ കള്ളവാദികളാണെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയാണ്. പിന്നെയാണ് സൗദി ഗവൺമെന്റ് അവർ കാഫർ എന്ന് പറയുന്നത്, പിന്നെയാണ് പാകിസ്ഥാൻ ഗവൺമെന്റ് അവരെ കാഫർ എന്ന് പറയുന്നത്, പിന്നെയാണ് ലോകം അവരെ കാഫർ സംഘടനയാണെന്ന് വിധിക്കുന്നത്. കാരണം ആദ്യം പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തിന്റെ പുത്തൻവാദികൾ വിടണ്ടായി. ഞാൻ പാർട്ടി പറയുന്നതല്ല, ഞാൻ പാർട്ടിന്റെ ആളുമല്ല, എനിക്ക് പാർട്ടിയോട് താല്പര്യമില്ല, എന്നെ നിങ്ങൾ പാർട്ടിന്റെ ആളാക്കിയും വേണ്ട. പുത്തൻവാദികൾ വന്നു, നൂതനവാദികളും മുക്കാകട്ടെ, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ മുക്കാകട്ടെ, അത് ഇപ്പോഴും മുക്കാലിലും ഉണ്ട്, ഫുള്ളായിട്ടേ ഇല്ല. എന്തല്ല തൗഹീദ്, എന്തല്ല തൗഹീദ്. ചെന്നാറ് നിങ്ങൾ സിയാറത്താക്കണ്ട, നിങ്ങൾ മക്കത്തേക്ക് പോയി മാത്രമേ യാവജിക്ക് മദീനത്തേക്ക് പോയേക്കാം. സിയാറത്ത് ഉദ്ദേശിച്ചിട്ട് മദീനത്തേക്ക് പോകേണ്ടത് ശിർക്ക്. ദിക്ർ ഹൽക്ക അതില്ല, ദിക്ർ ഹൽക്ക ഇല്ല. എനിക്ക് ഉള്ളു ഓന്റെ 300 പ്രാവശ്യം താടി മാത്രം ദുനിയാവിൽ ബാക്കി, വേറെ എല്ലാം ഇല്ലെന്ന് തന്നെ. ഉണ്ടുഞ്ഞിട്ടൊരു സംഗതി വേണ്ടില്ല, കൊണ്ടിരിപ്പിക്കണ്ട. തങ്ങന്മാരില്ല, ഔലിയാക്കളില്ല, മഹാന്മാരില്ല, തറാവീഹ് അങ്ങനെയില്ല. പിന്നെ എന്നിട്ട് വലക്കുള്ള എന്തുള്ള, പിന്നെ എന്തുള്ള തങ്ങന്മാരെ ഇല്ല. കേട്ടില്ല പ്രസംഗം? തങ്ങന്മാർ കർബലയിൽ ചെയ്യുന്നില്ല. കർബല ഞങ്ങളുടെ ബന്ദറിന്റെ പുറത്തല്ല. ഹുസൈൻ റളിയല്ലാഹുവിനെ യസീദിന്റെ പട്ടാളം പണ്ട് കൊന്നിന് നബി തങ്ങളെ പേരക്കിടാവില്ല. ആ കൊല്ലലോടുകൂടി ആ കുടുംബം തീർന്നെങ്കിൽ പിന്നെ റസൂൽ ഇങ്ങനെ ഇല്ലേ, ഞങ്ങളുടെ ഇല്ലേ മഹദി ഇമാം ലോകം അവസാനിക്കുമ്പോ വരും. ആരാണ് മഹദി? അത് എന്റെ കുടുംബമാണ്.
അത് എന്റെ മകന്റെ 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 മകനാണ്. ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മു അബീ ഖാല റസൂലുള്ളാഹി. അയാളുടെ പേര് എന്റെ പേരാണ് മുഹമ്മദ്, അയാളുടെ ബാപ്പാന്റെ പേര് എന്റെ ബാപ്പാന്റെ പേരാണ് അബ്ദുള്ള. ഞങ്ങൾ സേമാണ്, അത് എന്റെ മോനാണ്, അത് എന്റെ കുടുംബമാണ്. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ മരിച്ചു പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ നല്ല ഗ്യാരണ്ടിയുള്ള 2 സാധനം തന്നിട്ട് പോന്ന, നല്ല ഉറപ്പുള്ള ബലമുള്ള 2 കാര്യം. അത് നിങ്ങൾ മുറുകെ പിടിക്കണോ, അത് നിങ്ങൾ വലിച്ചെറിയണ്ട, അതിനെ നിങ്ങൾ കെയർലെസ് ആക്കിരണ്ട, അതിനെ നിങ്ങൾ നെഗലക്ട്. അത് വലിയ പവറുള്ള 2 കാര്യമാണ്, അത് ബാറ്ററി ഫുള്ളായ 2 കാര്യമാണ്. അതിനെ നിങ്ങൾ നല്ലോണം മുറുകെ പിടിച്ചോളാം, അതിനെ നിങ്ങൾ നല്ലോണം ഫോളോ ചെയ്യണം, അതിനെ നിങ്ങൾ നല്ലോണം പിരിശം വെച്ചോളാം, അതിന്റെ ബാക്കിൽ നിങ്ങൾ നല്ലോണം കുടിക്കോളാം. എത്രയോ 2 കാര്യം. അതെ അതെ അതെ, ഒന്ന് കിതാബുല്ലാഹ് ഖുർആനാണ്, പിന്നെന്തോ അഹ്ലു ബൈത്തി എന്റെ തങ്ങന്മാരാണ്. അവരെ മുറുകെ പിടിച്ചോളാം, അവരെ വിഷം വെച്ചോളാം, അവരെ ഫോളോ ചെയ്യണം, അവരെ ബാക്കിൽ നിന്ന് കൂടണം. കാരണം അത് ബാറ്ററി ഫുള്ളായ 2 കാര്യമാണ്. അതിന്റെ ബാക്കിൽ കൂടിയാ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടല, നിങ്ങൾക്ക് ബാക്ക് ഓടേണ്ടി വരല, തിരിഞ്ഞു നോക്കേണ്ടി വരല. അഹ്ലു ബൈത്തി സഫീനത്തിനോ, അവർ നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. അന്നുള്ള നൂഹ് നബിയുടെ കാലത്ത് വലിയ സുനാമി വന്നിട്ട് മനുഷ്യന്മാർ മുങ്ങിയിട്ട് താന്നിട്ട് ജീവൻ മറിയുമ്പോ അന്നവരെ കരകയറ്റിയത് രക്ഷപ്പെടുത്തിയത് നൂഹ് നബിയുടെ കപ്പലാണെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് താഴെ നീത്തുന്നു, യൂറോപ്പൊന്നു, അവിടുന്ന് ഓടുന്നു, അമേരിക്കത്തും ഇറാഖുന്നു, അവിടുന്ന് ഓടുന്നല്ല, ഇത്രയും ഫസാദും അതും ഇതും ബോംബും സ്റ്റഡ് മിസൈലെല്ലാം വരുമ്പോ നിങ്ങൾക്ക് കാവല്, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾക്ക് സമാധാനം അഹ്ലു ബൈത്തി എന്റെ തങ്ങന്മാരാണ്. ബക്കറ്റായ ടൈമായ അതെ പോട്ട, പെണ്ണുങ്ങളത്തേക്ക് ഇപ്പൊ പോണ്ട, അതെയല്ലേ മണി 10 അല്ലേ? പോയി മതി, അപ്പൊ അവരെ മുറുകെ പിടിച്ചോ. അപ്പൊ ഈ ചെങ്ങൈ വന്നിട്ട് ഈ നൂത്തണവാദി വർത്തനവാദി മുക്കാരണ്ടവർ ചെല്ലാൻ പറഞ്ഞ തങ്ങന്മാരുടെ സംഗതിയേ ഇല്ല. അവൻ ബുക്കിലെഴുതിനോ, അവൻ പ്രസംഗിച്ചിനോ? ഇപ്പോഴും ഉണ്ട് യൂട്യൂബില്. ഒരു ചങ്ങി പ്രസംഗിച്ചെന്ന് തോന്നുന്നുണ്ട. അങ്ങന്മാരും ചൊല്ലവർ ആൺമാരേ ഇല്ല, അങ്ങനത്തെ ഒരു കൗമേ ലോകത്തില്ല. അത് കർബലയിൽ പോയത്. പിന്നെ നബി തങ്ങൾ ചൊല്ലു അഹ്ലു ബൈത്ത് അത് 6 മത്തുണ്ട. അത് നിങ്ങളും അഹ്ലു ബൈത്ത്, നാണോ അഹ്ലു ബൈത്ത്, ലാൽ കൃഷ്ണ അഡ്വാണിയോ അഹ്ലു ബൈത്ത്. ഓന്റെ പ്രസംഗം ലാൽ കൃഷ്ണ അഡ്വാണി സിദ്ധറാമയ്യനെ ചെല്ലുമ്പോൾ പിന്നെ സമാധാനത്തി എന്തേ അത് 2 പ്രിയമത് ഈ ലാൽ കൃഷ്ണ അഡ്വാണി എന്താ? അവൻ ഞങ്ങളെ സുരൂതിട്ട പള്ളിനെ വിളിച്ചതല്ലാണ്ട് അതിന്റെ ആടക്കല അത്ര വ്യാ ഇതിലുള്ള കരീബിയാവില്ല, അവന് കൂടെ മടക്കാൻ ചെല്ല DKC. പിന്നെ മടക്കുന്നെങ്കിൽ അല്ല മടക്കണമെന്നല്ല, അതാണ് ഓർമ്മ അഹ്ലു ബൈത്താണ്. ചെറുതാണ് അഹ്ലു ബൈത്ത്, വേറെ ഒന്നില്ല, ഞങ്ങൾ എല്ലാ അഹ്ലു ബൈത്ത് തന്നെ. നീ എന്ത് വലക്കല്ലേ അഹ്ലു ബൈത്ത് ഇല്ല? ഇതിന്റെ റസൂൽ നിങ്ങൾ പറഞ്ഞത് ഇതാണ് വിദഅത്ത്, ഇതാണ് ദലാലത്ത്. അവരെ കൂടെ കൂടരുത് എന്ന് പറയുന്നത് കൊണ്ടല്ല, ഈമാൻ നശിപ്പിക്കും, അല്ലാണ്ട് ഒരു കാര്യമൊന്നുമില്ല. നമ്മളെപ്പോലത്തെ മനുഷ്യന്മാർ തന്നെ, നമ്മളെപ്പോലത്തെ മുസ്ലിങ്ങൾ തന്നെ ഞങ്ങളെ 1000 വട്ടം കാഫറാക്കുന്നത് ഞങ്ങൾ ഒരിക്കൽ പോലും കാഫറാക്കില്ല. അതറിയ നിങ്ങൾക്ക് ഒറിജിനൽ പറഞ്ഞാൽ മുഹിയുദ്ദീൻ ശേഖ് ഒരു വട്ടം ജനങ്ങൾ ഒരിക്കൽ കാഫറായി, 1000 വട്ടം കുത്തുക തുടങ്ങുമ്പോ 1000 വട്ടം കാഫറായി. നീ എന്ത് ഊർത്തി കാഫറാക്കുന്നേ ആണ് അങ്ങനെ കാഫറാണ്. പക്ഷെ ഇങ്ങനെല്ലാം ചെല്ലിച്ചും കൂടി ഇന്നോളം ഈ ബിദഅത്തിന്റെ കക്ഷികള്, ഈ പുത്തൻവാദികള്, ഈ നൂതനവാദികള്, ഈ മുക്കാഘട്ടകള് മഹാന്മാരായ മുഅ്മിനീങ്ങൾ ഇന്നോളം അവരെ കാഫറാക്കിയിട്ടില്ല. നൂതനവാദികൾ മാത്രമേ ചെല്ലിനെ. എന്തേ അവർ കാഫറല്ല? ഇതൊന്നും ഇപ്പൊ അവരുടെ അശ്രത്തിലല്ലേ നമ്മളെപ്പോലെ അവർ സ്വർഗത്തിൽ കിടക്കണ്ടേ, അവരും ഈമാൻ ക്ലിയർ ആക്കണ്ടേ, അവരും ഹിദായത്ത് ലഭിച്ചവരാകണ്ടേ, അവരും ദീൻ പഠിക്കണ്ടേ. എല്ലാം ബാക്കിലാക്കി കളക്കി ദിക്റാൾക്കില്ല, അതില്ല, ഇതില്ല. ഖുർആൻ പറഞ്ഞെന്തറിഞ്ഞ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. ഞങ്ങളെ ദിക്റിനെ തൊട്ട് അശ്രദ്ധയായവർ പറയുന്നത് നിങ്ങൾ
ഒരാളെ പ്രസംഗം നിങ്ങൾ കേൾക്കണ്ട, ഒരാളെ ബുക്ക് നിങ്ങൾ വായിക്കാൻ നിൽക്കണ്ട, ഒരാൾക്ക് നിങ്ങൾ വഴിപ്പെടാൻ നിൽക്കണ്ട. ആരാണ് ഒരാള്? ഞങ്ങളെ ദിക്റിനെ തൊട്ട് അവരെ കൽബിനെ അല്ലാഹു മരവിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, അശ്രദ്ധമാക്കിയിട്ടുണ്ട്. അവർക്ക് അല്ലാഹുവിന്റെ ദിക്റില്ല, ദിക്ർ ഹൽക്കയില്ല, സലാത്ത് മജ്ലിസില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ അനുസരിക്കണ്ട, അവർക്ക് വഴിപ്പെടണ്ട. പരിശുദ്ധ ഖുർആനാണ്. അവസാനം ഈമാൻ കിട്ടിയിട്ട് മരിക്കണോ? ഇപ്പൊ നന്നായിട്ട് കാര്യമില്ല, അപ്പോഴാണ് നന്നാവേണ്ടത്. ഇപ്പൊ എല്ലാവരും നല്ല ഉറന്നെ അല്ലേ? ഇപ്പൊ എല്ലാവരും നല്ല ഉറന്നെ, ജീവത്തിലിരിക്കുമ്പോ എല്ലാവരും നല്ല ഉറന്നെ. കണക്കിന് കറക്റ്റ് നല്ലാണ്ടിയപ്പോ ചെല്ലി നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലാണല്ലേ? ഒരു മനുഷ്യൻ നല്ലാണ്ടിയപ്പോന്ന് മരിക്കുമ്പോ മൂക്കിലേക്ക് പറ്റി വെക്കുന്ന സമയാന്നില്ലേ? ആ സമയത്താണ് ഒരാൾ ഈമാൻ കിട്ടിയിട്ട് മരിക്കേണ്ടത്. അപ്പോഴാണ് നന്നാവേണ്ടത്. അയാൾ അവസാനാണ് നന്നാവേണ്ടത്, ഇപ്പൊ അല്ല. ഇപ്പൊ എല്ലാവരും നല്ല ഓർമ്മ. എന്നെല്ലാം കാണുമ്പോൾ എനിക്ക് വലിയ ഹോജരാജാവിനെ പോലെ കാണുന്നില്ലേ? ഒന്ന് രണ്ടാൾക്കാരും തോന്നിയില്ലേ ഭയ്യ പോകുമ്പോ ഇയാളെ കൈയെല്ലാം മുത്തണോ? അല്ലേ? കൈ മുത്തണ അല്ല കൊത്തണെന്നൊരു പല്ല് കേൾക്കണം വീട്ടെന്റെ. കാണുമ്പോ എല്ലാവരും നല്ലവരന്നെ. അള്ളാഹു മജ്ലിസിന്റെ വർക്കത്തോട് ഞങ്ങളെ നന്നാക്കട്ടെ. പക്ഷെ ഇപ്പെല്ലാം നന്നാവേണ്ടേ? ഇപ്പൊ തൊപ്പി വെച്ചിട്ടും മുണ്ടാസ് കെട്ടിട്ടും ഹോജരാജാവായിരിക്കും ആമിയാമി ചെറിയ കാര്യമില്ല. മരിക്കും ഈമാനോട് നിൽക്കണം. ഒരു മനുഷ്യന്റെ മരണം എങ്ങനെയെന്ന് അള്ളാഹ്ക്കല്ലാണ്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ. യൂസുഫ് നബി അലൈഹിസ്സലാം പോലും അള്ളാഹുവിന്റെ ദുആയിരുന്നു, റബ്ബേ മരിക്കുന്ന സമയത്ത് എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. യൂസുഫ് നബിയുടെ പ്രാർത്ഥനയാണ്, ദുആയാണ്. എന്തിനാ മാനത്തേക്ക് വരുന്നേ? അവർ പോലും പേടിച്ചു. നബി തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ഖബ്ബിത് ഖൽബി അലാ തഅതിക വഫീ റിവായത്തിൻ അലാ ഈമാനിക. പഠിച്ചോനെ, നിന്റെ ഈമാനിലായിട്ട് നീ എന്റെ കൽബിനെ ഉറപ്പിക്കണം. മരിക്കുന്ന സമയത്ത് അത് എങ്ങനെ എന്തെന്ന് പറയുകയില്ല. പണ്ട് ഒരാള് 2 മണിക്കൂറായി 10 മിനിറ്റ് ഇരുന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നിന്നിട്ടായി 1.5 മണിക്കൂർ ഏറായി. നിങ്ങൾ ഈ യുദ്ധത്തിന്റെ ചന്തവും ചേലും ചെമ്പാപ്പ് പോലത്തെ വീടും കണ്ടിട്ടാമില്ലേ? എനിക്ക് കാമണിക്കൂറിന്റെ ഫീൽ ആയിട്ടില്ല. അള്ളാഹു ഉപകാരമാകട്ടെ. അള്ളാഹു നാളെ ആഹത്തിലേക്ക് ഉപകാരപ്പെടുത്തട്ടെ. മഹാന്മാരായ ഇമാമിങ്ങൾ ഉദ്ധരിച്ച ഒരു ചരിത്രം കാണാം. തഫ്സീർ റൂഹുൽ ബയാനിയിലുണ്ട്, സൂറത്തുൽ നിസാഇന്റെ തഫ്സീറിൽ ഈ ചരിത്രമുണ്ട്. ഞാൻ പറയാൻ പോകുന്ന ചരിത്രം സൂറത്തുൽ നിസാഇന്റെ തഫ്സീറിലുണ്ട്. ആയത്തിന്റെ നമ്പർ ഇപ്പോൾ ഓർമ്മയില്ല. സൂറത്തുൽ നിസാ ഒരുപാട് തഫ്സീറുകളിലുണ്ട്, റൂഹുൽ ബയാനിയിലുണ്ട്. എന്താ ചരിത്രം? ഒരു മനുഷ്യൻ നല്ലൊരാള് പള്ളിയിൽ കുറെ കാലം അയാൾ ബാങ്ക് കൊടുക്കുന്നു, നിസ്കരിക്കുന്നു, എല്ലാവരും ഇമാമത്തല്ലായിട്ട് ആലിമായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന മനുഷ്യൻ. പണ്ട് അയാൾ മക്കത്തവിടെ പോയിട്ട് ഹജ്ജിക്ക ഉംറയൊക്കെ പോയി. ആ പോയിട്ട് മക്കത്ത് എല്ലാ ജാബിനും ദ്വാരക്കുന്ന ഒരേ ദുആ. മക്കാം ഇബ്രാഹിമിന്റെ അവിടെ, സയ്യിന്റെ അവിടെ, തവാഫിന്റെ അവിടെ എല്ലായിടത്തും ദ്വാരക്കുന്ന ഒരേ ദുആ. എന്ത് ദ്വാരക്കുന്ന? അല്ലാഹുമ്മ അഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുഅ്മിന. പഠിച്ചോനെ, ഈ ദുനിയാവിൽ നിന്നിട്ട് ഞാൻ മരിക്കുമ്പോ എന്നെ നീ മുഅ്മിനാക്കിയിട്ട് മരിപ്പിച്ചറല്ലാ. ഇവിടുന്ന് പോകുമ്പോ എന്നെ ഈമാനോടെ സലാമത്താക്കിറല്ലാ. നീയാണ് ഇങ്ങനെ ദ്വാരക്കുന്നത്. അല്ല, എല്ലാ ജാഗിലും ഒരേ ദുആ, എല്ലാ ടാങ്കിലും ഒരേ ദുആ. ഈനെ എന്റെ പൊത്തറങ്ങണ്ട ഇയാളെ ദീനന്റെ ദ്വാരക്കണം. ഇതിപ്പോ എല്ലാവർക്കും വേണ്ടിയാ തന്നെയല്ലേ മരിക്കും ഈമാനോട് മരിക്കുന്നത്? ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും വേണ്ടി. നിങ്ങൾ എല്ലാം തലാട്ടി ഇങ്ങനെ നീ മുദ്ദ വെച്ച ഇമ്പ് പോലെ ഇങ്ങനെ തലയാട്ടുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ഈമാനോടുകൂടി മരിപ്പിക്കണേ എന്നത് ഞങ്ങൾക്ക് ബാധകമല്ലേ? ഇയാൾക്ക് മാത്രമുള്ളതാ? ഇയാൾക്ക് മാത്രമുള്ള പോലെ ഇയാൾ എന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ? അങ്ങനെ ഒരാൾ പോയിട്ട് അല്ലി കേട്ട് അല്ല, നിങ്ങൾക്ക് എപ്പോൾ അങ്ങനെ ദ്വാരക്കുന്നത്? കണ്ട എല്ലാ ജാഗലും ദ്വാരുന്ന എല്ലാ ജാഗലും നിങ്ങൾ ദ്വാരക്കുന്ന ഒരേ ദുആ. എന്തെന്ന്? അല്ലാഹുമ്മ അഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുഅ്മിന. പഠിച്ചോനെ, ഈ ദുനിയാവിൽ ഞാൻ പോകുമ്പോൾ എന്നെ നീ മുഅ്മിനാക്കിയിട്ട് കൊണ്ടുവരണം.
എന്റെ ഈമാനോടെ ധരിപ്പിച്ചിറങ്ങും. ഇതൊന്നും നിങ്ങൾ വരക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു തന്നെ അയാള് ചുമന്നിട്ടുണ്ടാ എന്റെ വെള്ളിയിച്ച എന്റെ വലിയ കാക്ക ഞങ്ങളെ റായത്തെ പള്ളിയില് ഞങ്ങളെ റാക്കണ്ണ പള്ളിയില് ഞങ്ങളെ റായത്തെ പള്ളിയില് 30 വർഷം 40 വർഷത്തോളം ബാങ്ക് കൊടുത്ത മനുഷ്യനായിട്ടില്ല. വലിയ മുക്രിമാർ ചെന്നങ്ങാറ് ബാങ്ക് കൊടുക്കുന്ന മുക്രി ചെന്നങ്ങാറ് ഞങ്ങളെ കമ്മിക്കുന്ന വിചാരിച്ച പോലെ പള്ളിന്റെ പടുവന്മാരല്ല, അങ്ങ് ജോലിക്കാരല്ല, പയ്യന്മാരെ പോലത്തെ പണിക്കാരല്ല. അവർ ലോകത്ത് മഹാന്മാരാണ്. അവരിൽ കിടത്തിയാൽ മണ്ണ് പോലും തൊടാത്ത മയ്യത്തിന്റെ ഉടമകളാണ് മുക്രിമാർ. മുക്രിക്ക് ഇങ്ങനായി നല്ല ആ കേരളവാക്കൂട്ടത്തിൽ കെടുത്തിട്ട്. പക്ഷെ അതിന് കുറച്ച് ശത്രുണ്ടാവല്ലേ. മോദിനാവണോ മോദിനാവല തിരിഞ്ഞ അവിടെ ഏതായാലും മോദിന് മുക്രി ആണെങ്കിൽ അയാൾക്ക് ദുനിയാവിലുള്ള സ്ഥാനം പ്രവാചകന്മാരുടെ സ്ഥാനമാണ്. നാളെ ഖബറിൽ കിടത്തിയാൽ മണ്ണ് തൊടാത്ത ഗ്യാരണ്ടിയുള്ള ബോഡി, മണ്ണ് തൊടാത്ത ശരീരം, അത് മുക്രിയുടെ ശരീരമാണെന്ന് ഖാല റസൂലുള്ളാഹി. അയാൾ പറയാണ് എന്റെ ഇച്ഛ എന്റെ കാക്ക മുക്രിയായിരുന്നു. 40 വർഷത്തോളം ഞങ്ങൾ റായത്തെ വാങ്ങി കൊടുത്താണ്. അള്ളാന്റെ പള്ളിന്റെ ഹിദ്മത്തെടുത്തയാള്, ജനങ്ങൾക്ക് ഇമാമ നിന്നയാള് എന്റെ കാക്ക രണ്ടാപ്പറ വലിയ മോണോ. പക്ഷെ മരിക്കലത്തെല്ലാം വന്നോളോ, 1 മിനിറ്റ് 2 മിനിറ്റ് വന്നോളോ. അയാൾ ഉണ്ടാക്കിയതും തൊണ്ടാ. അവിടെ കൂടിയ കുറെ ആൾമാറിനാറ് ഇയാൾക്ക് സഹറാത്തിന്റെ വലിക്കുന്ന ടൈമുള്ളൂ. അയാൾ അവിടെ കൂടിയ ആൾമാറൊട്ട് നണ്ടൊട്ട് ചെറുക്കുവാ, മുസാഫ് കൊണ്ടുപോവാ, ആ ഖുർആൻ കൊണ്ടുപോവാ. ഞങ്ങൾ വേഗം കൊണ്ടുപോയിട്ട് മുസാഫ് കൊടുത്ത എന്തെങ്കിലും തുണ്ടാ. അയാളെ ഹയാത്ത് കാലത്ത് ഓതി തീർത്ത സത്തക്ക് കടക്കും കഴിയില്ല. അയാളെ ഓതാത്ത സൂറത്തില്ല. എപ്പോ നോക്കിയും അയാൾ ഓതിയോട്ടെ ഇത്തരത് ഖുർആനായിട്ടിക്കടാ. അത്രയും നല്ല മനുഷ്യ. ഞങ്ങൾ ലാസ്റ്റ് ടൈമിലും അയാൾ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടാണ് മുസാഫ് കേട്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ട് മുസാഫ് കൊടുത്തപ്പോ അയാൾ എന്താക്കി കൊണ്ടുണ്ടോ. 40 വർഷത്തോളം ഞങ്ങളെ റായത്ത് ബാങ്ക് കൊടുത്ത മുക്രിയായിട്ട് ഞാൻ എന്റെ കാക്ക അയാൾ എന്താക്കിയതും തൊണ്ട. അയാൾ ആ മുസാഫ് കയ്യിൽ പിടിച്ചിട്ട് ചൊന്നുന്ത്രവും തൊണ്ട. അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി ബരീഉം മിമ്മാ ഫീഹി ഫനസറതു. ഈ ഖുർആൻ മറ്റു വാദകല്ല. ഈ ഖുർആൻ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിലുള്ളതൊന്നും ശരിയല്ല. ഞാൻ ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞിട്ട് മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ ചത്തുപോയി. പേടിയാവുന്ന മുക്രിയായിട്ടുള്ള എന്റെ അവസാനം അങ്ങനെ എന്തൊക്കെ അത്ര കാലമായത്തൊക്കെ മന്ത്രിച്ചിട്ടിരുന്നാള്. എല്ലാ പള്ളികളും അവിടെ പോയിട്ട് തോബ് ചൊന്നു കൊടുത്തിട്ടിരുന്നയാള്. എല്ലാ പടകളിൽ പോയിട്ട് മോല് തോതിയാള്. എല്ലാ ജാമഹത്തങ്ങൾക്ക് പോയിട്ട് ഹത്ത ഓതിയിട്ട് ദുആറുന്നയാള്. എല്ലാ തറാവീഹിക്കും ഇമാമത്ത് നിന്നയാള്. 40 ആണ്ടോളം ബാങ്ക് കൊടുത്തയാള്. നിസ്കാരത്തിന്റെ കലവിലെ കരിങ്കല്ല് പോലെ നെറ്റിയിൽ ഇന്നയാള്. ലാസ്റ്റ് മരിക്കുമ്പോഴത്തേക്ക് കാഫിറായി ക്രിസ്ത്യാനിയായി. അയാള് മരിച്ചിട്ട് പോയി. പിന്നെ മുക്രിയായിരുന്നുണ്ട് രണ്ടാമത്തെ ഇച്ഛ. അയാള് ഇങ്ങനെ 30 വർഷത്തിലേറെ പള്ളിന്റെ മുഅദ്ദിനായി മുക്രിയായി, റായത്തെ മുക്രിയായി. എല്ലാവർക്കും അയാൾ ഉസ്താദായി, നേതാവായി. അങ്ങനെ 30 വർഷം കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്താണ് എന്റെ രണ്ടാമത്തെ കാക്ക മരിക്കരുത്. അയാള് മരിക്കുമ്പോ അങ്ങനെ അയാളും ഖുർആനെ കയ്യിൽ പിടിച്ചിട്ട് ചൊന്നുകൊണ്ടുണ്ട്. അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി ബരീഉം മിമ്മാ ഫീഹി ഫനസറതു. ഖുർആനിൽ ഞാൻ വിശ്വസിക്കില്ല. ഇതിലുള്ളതും നമുക്ക് ബാധകമല്ല. ഇത് ഞാൻ ഓതല്ല. ഈ ഖുർആൻ നമുക്ക് വേണ്ട. ആണ് ക്രിസ്ത്യാനിയായ ചൊന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ കാക്കവും ചത്തുപോയ ക്രിസ്ത്യാനിയായിട്ട് ഇപ്പൊ നമുക്ക് വേണ്ടിയാവുക. ഇന്റെ നാട് വലിയ ഹോജ രാജാവാ, ഇന്റെ നാട് വലിയ ഉസ്താദ്,
ഇപ്പതാണ് വലിയ ആള്. എന്റെ കയ്യിലെ തസ്ബീഹിന്റെ മാല ഉണ്ടോ, നെറ്റിയിലെ നിസ്കാരത്തിന്റെ കലമുണ്ടോ, എപ്പോഴും തസ്ബീഹ് ചൊന്നുകൊണ്ടുള്ള 6 ഹജ്ജും 12 ഉംറയും ആക്കിയിട ആയെങ്കില് ലാസ്റ്റ് ടൈം എന്താവും അറിയല. പടച്ച റബ്ബ് കാക്കട്ടെ. ശഫീഉൽ വറാ റസൂലുള്ളാഹ്. അതുകൊണ്ട് വന്നുപോലെ അല്ലാഹുവിനെ പേടിച്ചോ. അനാവശ്യങ്ങളിൽ നിന്നിട്ട് മാറി നിന്നോ. കണക്കിലേറെ ഗ്രൗണ്ടിൽ പോയിട്ട് സമയം ചെലവാക്കാതെ കണ്ട. നിന്റെ അസ്റായിൽ അവിടെയും വന്നിട്ടുണ്ടാവും. ആ തണൽ കൊള്ളുന്ന മരത്തിന്റെ ഇടയിൽ ചിലപ്പോൾ മിഡിൽ സ്റ്റംപിന്റെ ഇടയിൽ അസ്റായിൽ അവിടെയും ഉണ്ടാവാൻ ജാഗ്രത. നമ്മളെ ചെക്കന്മാർക്ക് ചില ആൾക്കാർക്ക് എപ്പോ നോക്കിയ തന്നെ ക്ലബ് തന്നെ 5 സ്റ്റാർ 3 സ്റ്റാർ അത് അതിന്റെ ഉള്ളിൽ തന്നെ ചൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ ഓന് പള്ളിന്റെ തൊപ്പിക്കിടാനാ വയ്യ, ബക്കറ്റ് വരുമ്പോ ഇടാൻ ഒരു 10 രൂപ ഇല്ല. നാളെ ഗ്രൗണ്ട് ഫീസ് കെട്ടത്തില്ലാമോ? 2020 കളി വെക്കുന്നോ വലിച്ചിടുന്നു പൈസ. വലിച്ചിടുമ്പോ ഇടുന്ന മാത്രമല്ല, നാട്ടാചാര പ്രഥമ ബഹുമാനം 4444 ആയിരത്തി സലാത്തിലൊന്നും അല്ല. ടൂർണമെന്റിന്റെ പ്രഥമ ബഹുമാനം കൈക്കൂടെ ഒരു ബക്കറ്റ് കൊടുക്കില്ല. ഒരു 10 രൂപ വീടണമെങ്കിൽ ഞാൻ എത്ര ആയത്തോളം എത്ര അധികം. അത് പിന്നെ തക്കവയുള്ളവർക്ക് ചെല്ലിയ പണിയാണ്. അത് എല്ലാവർക്കും ആ ഭാഗ്യമില്ല. അല്ലാഹു തആല തഖ്വന്റെ അടയാളമായിട്ട് പറഞ്ഞിട്ടുണ്ടാ. തഖ്വയുള്ളവരിൽ നിന്നിട്ടാണ് അല്ലാഹു എല്ലാം സ്വീകരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഇങ്ങനൊരു ഡ്രാമ കാട്ടിയിട്ട് കൊണ്ട് കീറി എന്നുള്ള കബൂലാക്കല. ഇന്നമാ യതകബ്ബറുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്നിട്ടാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. അല്ലാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തട്ടെ. ഖുഇദ്ദത്തുൽ മുത്തഖീൻ. ആ മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു സ്വർഗ്ഗം കണക്കാക്കിയത്. അപ്പൊ ആരാണ് മുത്തഖീൻ? ആര് മുത്തഖീൻ? ആ മുത്തഖിനെ അറിയാനുള്ള ഒന്നാമത്തെ അടയാളമായി, സ്വർഗം കിട്ടുന്ന മുത്തഖിയായ മനുഷ്യനെ അറിയാനുള്ള ഒന്നാമത്തെ അടയാളമായി അല്ലാഹു പറഞ്ഞത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. ഉള്ള കാലത്തും ഇല്ലാത്ത കാലത്തും അങ്ങനെ നല്ലോണം അല്ലാഹുവിന് വേണ്ടി കൊടുത്തങ്ങ, ദാനധർമ്മം ചെയ്തങ്ങ, സക്കാത്ത് കൊടുത്തങ്ങ, സദക്ക കൊടുത്തങ്ങ, ബക്കറ്റ് ഇട്ടങ്ങ, ഏലം വിളിക്കുമ്പോ നല്ല മനസ്സിൽ വിളിച്ചിട്ട് എടുത്തങ്ങ. കയ്യിലെ കാശുള്ളപ്പ മാത്രല്ല, 10,000 ഉള്ളപ്പ 2,000 കൊടുത്ത അയാള്. അതേ ടൈമിലൊക്കെ കൈവിനെ കീശിൽ 500 ഇന്നപ്പ അതിനനുസരിച്ച് അയാൾ 100 രൂപ കൊടുത്തത്. അത് പണ്ട് നാണ് അങ്ങനെ ഇല്ല. ഇപ്പൊ നണ്ടലൊന്നും ഇല്ല. ഇപ്പൊ കച്ചവടം കുറവാതായ. ഇപ്പൊ കാപ്പി തോട്ടത്തില് കാപ്പി ഇല്ല. ഇപ്പൊ കൊറോണ. ഇപ്പൊ കൊറോണ വന്നു പോയിട്ട് 4 ആണ്ടായി. ഈ ഊട്ട് പിടിച്ചോന്റെ വായിന് ഇന്നോളം പോയിട്ടില്ല. ഞങ്ങൾ ഈ റാത്തിന്റെ കമ്മിറ്റിക്കാർ റസീത് പിടിച്ചു പോയില്ലേ. ആരെന്ന് കേൾക്കണ്ട, വയ്യ ചെല്ലു ഓറായിരുന്നു. അയാൾ ഒരു 10 രൂപ ചെലവില്ലേ, ഇതിന് വലിയ ചെലവില്ലേ ഈ ലൈറ്റിന്. മാഷാ അല്ലാഹ് എത്ര നല്ല ഡെക്കറേഷൻ. അല്ലാണ്ട് കാസർഗോഡ് പിടിപ്പിച്ചില്ല. എന്റെ നാട്ടുകാരാണ് MC. ഈ മൈക്കന്റെ മുഖാലി എന്ത് നാഷണൽ അല്ല അക്ബർ കൈ നമ്പലോ എന്നിട്ട് കിടക്കുവാൻ അക്ബർ MC ഉണ്ട്. ഇതിന്റെ പിന്നെ ഓണർ അയാളോടൊപ്പം പോകുന്നില്ല. അങ്ങനെ അയാൾ ഇവിടെ ആത്തൂർ പോകുന്ന ചന്താണോ അപ്പൊ അത്ര ദൂരത്ത് വന്നിട്ട് ഇത്ര ചന്താക്കിയ ഈ മനുഷ്യന്മാർക്ക് കുറച്ച് പൈസ കൊടുക്കണ്ടേന്ന്. ഇങ്ങനെ ഇരുന്ന കസാല എത്ര നാട്ടിൽ ഇരുന്നോക്കില്ല പുജാപ്പള്ളി എന്നുള്ളത്. എന്റെ കസാലിന്റെ നാട് കൊടുക്കണ്ടേ. ഈ 2 മണിക്കൂർ ചെല്ലി അണക്ക് എന്തും തരണ്ടേ. ഞാൻ സൂപ്പിയാന്ന് എന്തെങ്കിലും തരണ്ടേ. അഭിനയിച്ചാലോ പള്ളി ഇവിടെ വലിയ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. ദർസുണ്ട്, തങ്ങളവர்கள் ദർശനം, ആരുവിദേശമുള്ള ദർശനം നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഫളീലുണ്ട്, മാത്രമല്ല അണ്ടറുണ്ട്. ഒരുപാട് വലിയ പ്രഗത്ഭരായ ഉസ്താദുമാർ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് മാത്തൂറിന്റെ മണ്ണ് പുണ്യം ചെയ്ത മണ്ണ് വലിയ ചെലവുണ്ട്. അപ്പൊ മാഷാ അല്ലാഹ് ഈ ചെലവിന്റെ വിഷയത്തിൽ പല ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് അവരെല്ലാം പോയിന്. പങ്കെല്ലാം പോയത് അയാളെ പോയി കണ്ടറിയും. അങ്ങനെ പോയിട്ട് ഗേറ്റിനോടെ കെട്ടിട്ട് പോയിട്ട് ഗേറ്റിലെ കണ്ടിന് പോകുന്നത് എന്തറിഞ്ഞ പോയിട്ട് ഗേറ്റിലൂടെ കെട്ടുമെന്നെ ഓർപ്പ് ഇഞ്ചി കടിച്ച പോലായി. എന്ത് വിഷയം? ഗേറ്റിലെ ഓർപ്പ് നായിയുടെ എച്ചരിക്കാൻ റസീറ്റ് ബുക്ക് കൊണ്ട് ഉള്ളൊക്കെ വന്നിട്ട് നായി പോയിട്ടൊരു ബുദ്ധില്ല അതിൻ്റെ ഉള്ളിൽ. പിന്നെ നായിയുടെ എച്ചരിക്കുന്ന ബോർഡ്
ഇത് കൊടുത്തില്ല വന്നെങ്കിൽ കൊടുക്കട്ടെ. അപ്പൊ അതിനൊരു ബോർഡ്, നായിയെ എച്ചരിക്ക. ഈ ബോർഡ് ഇട്ടോ ഞങ്ങൾക്ക് നായായിട്ട് വേണം ആലോചിച്ചോക്കി. അല്ല, എത്ര വലിയ അപഭാഗ്യനാണ് അയാൾ, എത്ര വലിയ ഗുണം കെട്ടവനാണ് അയാൾ. എങ്ങനെങ്കിലും ഊഞ്ചിയിട്ട് തുറന്നിട്ട് നായ ഉണ്ടെങ്കിൽ വേണ്ടി പോലെ ആക്കാൻ, ഇല്ലെങ്കിൽ സാരില്ലായിട്ടുള്ള പോയിട്ട് എത്തിയിട്ട് ചെയ്യാനുള്ള വിഷയമല്ല ചെല്ലത്. നോക്കിയിടാൻ നോക്കിയാ എത്ര ആൾക്കാരുടെ 24 ഇൻഷാ അല്ലാഹ്. പണ്ട് വർഷം വെള്ളിയമ്പ, വെള്ളിയ ചെമ്പ, പണ്ട് വർഷം 25ാം വാർഷിക സിൽവർ വെള്ളിയമ്പ, സിൽവർ ജൂബിലിയല്ലേ ഇംഗ്ലീഷിൽ സിൽവർ ജൂബിലി. അപ്പൊ ഈ കൊണ്ടൊരു ഇൻഷാല്ല ആയത്തിന് ചന്താക്കിയിട്ട് ആക്കണം. അപ്പൊ എന്തെങ്കിലും എല്ലാവരും അവരുടെ പന്നുകൊണ്ട് കുടിച്ചോണ്ടല്ലോ ഉള്ളാരി സെക്രട്ടറി, ഖജാൻജി, കമ്മിറ്റിക്കാർ, കാര്യകാര്യ സമിതി, സ്വാഗത സമിതി, ഞങ്ങളെ ബാല്യക്കാർ, ഞങ്ങളെ യൂത്ത് വിങ്, മൂത്ത വിങ്, യങ് മെൻസ് എല്ലാം ആയത്തിൽ തന്നിനാരി. എന്തെങ്കിലും നിങ്ങളൊന്ന് കണ്ടറാഞ്ചിട്ട് ഞങ്ങൾ വന്ന്, പ്രത്യേകിച്ച് നിങ്ങളെ പേര് തങ്ങളെ വായിലെ വന്നിനി അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഇയാളെ എടുത്ത വായിച്ചില്ല പറഞ്ഞ ഇപ്പൊ എന്തെന്ന് കൊറോണ ഇല്ലേ, ഇയാള് 100 രൂപ തരുന്നതിനായിട്ട് കൊറോണനെ വിളിക്കണം. അല്ല, ഓനെ പോലത്തെ ഉണ്ടെങ്കിൽ വന്ന കൊറോണ പോവോ? മുസ്തഫ നബി ഞങ്ങൾക്ക് പറഞ്ഞു, അസ്സദഖത്തു തദ്ഫഉ 70 ബലാഅൻ. ഒരു സദഖ കൊടുക്കൽ കൊണ്ട് ഒരാൾക്ക് നീ ഒരു 10, 100, 500 കൊടുക്കൽ കൊണ്ട് പള്ളിയോ മദ്രസയോ ആലിമോ മുത്തഅല്ലിമോ രോഗിയോ പാവപ്പെട്ടവനോ ആരുമാട്ടെ ഒരു സാധുവായ ഒരു മനുഷ്യന് ദീനിയായ ഒരു സംരംഭത്തിന് നീ കൊടുക്കൽ കൊണ്ട് അല്ലാഹു തആല 70 ചില്ലാനം ബലാകളെ തട്ടിക്കളയുന്നു. ഒരിക്കൽ കൊടുക്കുമ്പോ 70 ചില്ലാനം ആഫത്ത് വിപത്ത് മുസീബത്തുകൾ അല്ലാഹു തട്ടിക്കളയുന്നു. അല്ലാഹു തആല കൊടുത്തതിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ മുസീബത്തുകളും ഞങ്ങളെ സലാമത്താക്കട്ടെ. അല്ലാഹു തട്ടി ദൂരത്താക്കട്ടെ. ആ നിലക്ക് ബർക്കത്തുള്ള സമ്പത്ത് തന്നിട്ട് അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കച്ചവടം, ജോലി, ബിസിനസ്സുകളിൽ, ഞങ്ങളെ ഭാര്യ മക്കളിൽ, ഞങ്ങളെ വീട് പറമ്പുകളിൽ, ഞങ്ങളെ വാല്യ നസീഹത്തുകളിൽ, ഞങ്ങളെ സംഘാടനത്തിൽ എല്ലാത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങളെ സംഘാടകർ ബക്കറ്റുമായി വരുന്നുണ്ട്. ഞങ്ങളെ ദിക്ർ ഹൽക്കാന്റെ പ്രവർത്തകന്മാർ ഇൻഷാ അല്ലാഹ്. അങ്ങനെ വരുമ്പോ നല്ലൊരു സംഭാവന ലാസ്റ്റ് ടൈം ആകുമ്പോ അങ്ങനെ വരുമ്പോ നല്ലൊരു പൈസ ആ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ചെല്ലിന് വേണ്ടിട്ട് ബക്കറ്റിലേക്ക് ഇടണ്ട, മനസ്സ് നിങ്ങൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അയാൾക്ക് അറിയും എന്തേ ഇയാളുടെ ഇടാനാണ് ഞാൻ കൊടുത്തിട്ടും കൊണ്ടിട്ട് സംഗതി നേരല്ലേ. എന്നെ പോലത്തെ പറയുന്ന ആളുണ്ടല്ലോ, വയന്ന് പറയുന്ന പഠിച്ചിനെ കൊടുക്കും പണ്ട് ശരി സൗകര്യമില്ലേ. അതായത് ചില മൂലമാറി എല്ലാവരും അല്ല ആവാം. നാളെ ക്ലിപ്പ് വരുമ്പോ കുറച്ചാൾ ഒഴിവാക്കി രാവിലെ ശരി സ്ഥലത്തേക്ക് ഇങ്ങനെ ചെല്ലി എങ്ങനെ ചില മൂലമാറ് അവർ കൊട്ടുപോലത്തെ ജാതി കൊട്ട് ഇങ്ങനെ ചെല്ലി കൊട്ട് മണ്ണ് വരുന്ന സാധനം നിങ്ങൾ ചെന്നേ കൊട്ടും തന്നെയല്ലേ കൈകൊട്ട്. ഞങ്ങൾ കൈകൊട്ടില്ല, ഇങ്ങനെ ശരി പറഞ്ഞിട്ടായിരുന്നു. ചില ഉസ്താദുമാർ, ചില മൂലമാറ് അവർ ഈ കൊട്ടുപോത്ത സാധനം ഇങ്ങനെ പോരുന്നു അന്ന് ചില്ലരിക്കാണ് കൊട്ടു. അത് ഇയാൾക്കറിയില്ല. അങ്ങനെയല്ല അല്ലാഹു തആല ഞങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അത് നല്ല നിലക്ക് കൊടുക്കാനും കിട്ടാനും അല്ലാഹു ഹലാലായ വഴി തുറന്നു തരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. ഇരിക്കുന്ന എല്ലാവരും വേറൊന്നുമില്ല. അബി വിറ്റാമിൻ എ സി ഇതെന്ത് സാധനം എന്താണ് ഇത്? ഇസ്മല്ലല്ലേ ഇതിനെ? അല്ല ഇതെന്ത് ചെയ്യുന്നു? അതിന്റെ പേരാ ഇത് ലെമനല്ലേ? എന്തോ ആട്ടെ ഏതായാലും ഉപയോഗിക്കുന്നല്ലേ. മാഷാ അല്ലാഹ് 100 രൂപ ഒന്ന്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. കൊടുത്തയച്ചവർക്കും വിളിച്ചെടുക്കുന്നവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ഒന്നല്ല, കൃത്യം 8 മണിക്ക് തുടങ്ങും. 8:15 എന്തായാലും സ്റ്റേജിൽ കയറും. ആര് ബെറ്റ് വരാതിരിക്കട്ടെ. ഇന്നും അങ്ങനെ ആ കൃത്യസമയത്ത് തങ്ങ ആര് പറഞ്ഞിട്ടും കേട്ടില്ല. പിന്നെ കുറച്ച് ആൾക്കാരെ വന്നിട്ട് ചെല്ലി ഉസ്താദെ തങ്ങളെ ആണുങ്ങ് വന്നിട്ടില്ല. പിന്നെ ഒരാൾ ചെല്ലി തങ്ങളെ പെണ്ണുങ്ങ് വന്നിട്ടില്ല. ഒരു 8:30 തങ്ങ എടുത്ത വാക്കി ചെല്ലി വരും. തായമാമ്പവർത്തിക്കോളും
ഞങ്ങളെ ടൈമിന് തുടങ്ങുന്ന തന്നെ ആ പറഞ്ഞ പോലെ കൃത്യസമയത്ത് തുടങ്ങി. അൽഹംദുലില്ലാ ദുആ തീരുമ്പോൾ മജ്ലിസ് ഫുള്ളായി. അതാണ് തങ്ങളെ നാവ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ വന്നില്ല കൃത്യസമയത്ത് തുടങ്ങും. 10:10 തീരും. 11 മണിന്റെ ഉള്ളിൽ. ലേറ്റാക്കുന്നില്ല, ലേറ്റാക്കാൻ പാടുമില്ല. മനുഷ്യന്മാർ പണ്ടത്തെ പോലെയല്ല. വയസ്സന്മാരെല്ലാം കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാം ക്ഷീണം മറന്നിട്ട് രോഗം മറന്നിട്ട് ഇരുന്ന് തന്നെ